ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൊരു യാത്രയാണ്. തൃശ്ശൂർ മൂന്നാറൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ്റെ ബോസിൻ്റെ വീട്ടിലേക്ക് ഒരു പോകുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു യാത്രയാക്കി അതിന് മൂന്നാറൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോയത്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നീലേശ്വരമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മസാല ദോശയും പൂരിയും ഇഡ്ഡലിയും എല്ലായിട്ടാണ് എടുത്തത്. സൈനിക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു. ബാക്കി ഇഡ്ഡലി ഞങ്ങളാണ് കഴിച്ചത്. ഒരു ഇഡ്ഡലി കഴിച്ച് എന്തായാലും ദോശയല്ലായിട്ട് ഞങ്ങൾക്ക് തികഞ്ഞില്ല. അത്ര കട ഫുഡ് തീർന്നായിരുന്നു. ഉള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഫുഡ് തന്നെയായിരുന്നു. എല്ലാവരും എൻജോയ് ആക്കി കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി. ഞാനും പിള്ളേരൊക്കെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ മാറി മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ബാക്കിൽ തന്നെയാണ് പ്രിഫർ ചെയ്തത്. സമാധാനത്തിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ വണ്ടി തന്നെ എടുത്തായിരുന്നത്. ആപ്പാൻ്റെ മോൻ്റെ വണ്ടി ഇട്ട് ജുനുവിൻ്റെ വണ്ടി എടുത്തത്. സാധാരണ ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വണ്ടി വലുത് എടുക്കല്ലേ. നമ്മൾ എല്ലാവരുടെ അടുത്തുള്ള വണ്ടി ചെറുതാണ്, എല്ലാവരും പിടിക്കല്ല. എന്തായാലും ഇപ്പോൾ ജുനുവിൻ്റെ വണ്ടി എടുത്തിട്ട് പോകുന്നുള്ളത്. എന്തായാലും യാത്ര തുടരുന്നുണ്ട്. ഉച്ചയായി. നമ്മളിപ്പോൾ വൈകുന്നേരമെല്ലാം ആവും അടുത്തുമ്പോഴത്തേക്ക്. വൈകുന്നേരമല്ല, രാത്രി തന്നെ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ലഞ്ച് ടൈമായി. ലഞ്ച് ടൈം കഴിഞ്ഞ് ആക്ച്വലി കുറച്ച് ദൂരം തന്നെ എത്തി നമ്മൾ. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇവിടുത്തെ വീഡിയോ എന്നൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ട് ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി മാത്രമല്ല, പൊറോട്ടയും ബീഫ് അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കട്ടൻ ചായ എല്ലായിട്ട് നല്ലൊരു ലഞ്ച് കഴിഞ്ഞ് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ പുറത്തിരുന്ന ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ റോഡിലേക്കുള്ളൊരു ക്യൂട്ടായിട്ടുള്ള വ്യൂ ഒക്കെ ജസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് നല്ല രസമായിരുന്നു. യാത്ര പോകുമ്പോൾ ഭയങ്കര രസമാണ് ഇങ്ങനെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്നതും സ്ഥലങ്ങൾ കാണുന്നതും. അതൊക്കെ ഭയങ്കര അടിപൊളി തന്നെയാണ്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് കൂടെ ഒരു കുഞ്ഞു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. എന്തായാലും ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് കേട്ടോ. ഈ ലോങ് യാത്രയല്ലേ വണ്ടിയിലിരുന്നിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ മെല്ലെ നിർത്തിയും കുറച്ച് ഇറങ്ങും, കുറച്ച് കാലൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ ശരിയാക്കിയിട്ടൊക്കെ അത്ര ടയേർഡായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട്. പോകുന്ന വഴിയിൽ അനിയൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആടെയാണിട്ട് കയറിയതാണ്. അനിയൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്. ആടെ കയറി ഞങ്ങൾക്കൊന്ന് റിലാക്സായി. കുറേ ആയില്ല നമ്മളിങ്ങനെ യാത്ര തന്നെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കയറിയിരുന്ന് ഹോർലിക്സൊക്കെ തന്നവർ. ആദമാണെങ്കിലും പിള്ളേർ പിന്നെ അറിയാമല്ലോ, അവർക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് മടുത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി, ഓടാനും കളിക്കാനൊക്കെ തുടങ്ങി. അവർ നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞതും ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു എല്ലാം. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് അനിയൻ്റെ ബോസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുന്ന് വന്നിട്ട് അനിയൻ്റെ ബോസിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ആണെങ്കിലും ഓരോ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കട്ടനും എല്ലാം കുടിച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഫിഷിൻ്റെ ഒരു കുളമുണ്ട്. അപ്പോൾ നമ്മളെ പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇങ്ങനെ നോക്കിയിട്ട് കളിക്കുന്നുണ്ട്. ആദമിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആദമിന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് വണ്ടി കണ്ടെങ്കിൽ എടുത്തിട്ട് ഓട്ടും. ഇതാണെങ്കിൽ ഓന് ഓട്ടാൻ കൂടെ പറ്റുന്നില്ല. എന്നെങ്കിൽ അതിലിരുന്നിട്ട് ഇങ്ങനെ കളി തുടങ്ങി. എന്തായാലും ഞങ്ങൾ രാവിലെ വന്നതാണ് കാസർഗോഡ് നിന്ന്. ഇതിപ്പം മലപ്പുറം തൃശ്ശൂരും രണ്ടും. തൃശ്ശൂർ എന്ന് പറയുന്നത്, പക്ഷെ മലപ്പുറത്തിൻ്റെ അടുത്തും അങ്ങനെയാണ്, മലപ്പുറത്തിൻ്റെ എൻഡോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഞങ്ങളെല്ലാവരും റിലാക്സായി എത്തിയിട്ട് ഇറങ്ങി. എല്ലാവരും ഒന്ന് ഫ്രഷായി, എല്ലാവരും റിലാക്സായി ഫുഡെല്ലാം കഴിച്ച്. ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടുന്ന് കഴിച്ചിട്ട് വന്ന് പിന്നെ ഇവരെ നിർബന്ധിച്ച് ഇവിടുന്നും കഴിച്ച് കട്ടനൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് നല്ല പിള്ളേരാണെങ്കിലും നല്ല റിലാക്സായി. പിന്നെ അവർ നമുക്ക് മുകളിൽ റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്ന് നന്നായിട്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട് കാണിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് വീട് കാണിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ അവർ വീടിട്ട. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ ബോസിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോയും വ്ളോഗെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് സ്റ്റൈൽ ഫുഡൊക്കെ ആക്കി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും രാവിലത്തെ ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഇതാണ് അഷ്റഫിക്കാണ് നമ്മളെ ഈ പറഞ്ഞ അനിയൻ്റെ എല്ലാം ബോസ്. നമ്മളെ ഇതിലൊക്കെ പാർട്ട്ണറാണ് കേട്ടോ. ഹോട്ടലൊക്കെ നമ്മളിപ്പം ഷെയറിൽ റാഷിയും അനിയനും എല്ലാവരും ഉള്ള ഹോട്ടലൊക്കെ പാർട്ട്ണറായിട്ട് അഷ്റഫിക്കാവുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നമ്മൾ റെഡി ആയിട്ട് വന്ന് ഞങ്ങളിപ്പോൾ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത് മൂന്നാറിലേക്ക്. പക്ഷെ അവർ വിടുന്നില്ല. അവർ പറഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാതെ എന്തായാലും പോകാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാന് മാറ്റി ഉച്ചവരെ ഇവിടെ നിന്നിട്ട് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് മൂന്നാറിലേക്ക് പോകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ആദ്യം മോൻ്റെ വണ്ടിയിൽ അയാനും കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു മാഷാ അല്ലാ. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല, അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. പൊറോട്ടയും പൂരിയും പത്തിരി, ഞങ്ങളുടെ നാട്ടിലെ സ്റ്റൈൽ പത്തിരിയല്ല, വേറെ പത്തിരി ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ പുട്ടും കൂടെ ഉണ്ടായിരുന്നിട്ട്, ഇതിൽ കാണാനില്ലെങ്കിൽ പുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ, ബീഫ് കറി, ചിക്കൻ കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ചായ, എല്ലാവരും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ്, അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ നാട്ടിലെ ഫുഡിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. നല്ല, നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ടേസ്റ്റ് മാറി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണല്ലോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് അഷ്റഫ് ഖാൻ്റെ ഉമ്മ. ഉമ്മാനെ അവർക്കെല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഉമ്മ നമ്മളോടും ഭയങ്കര സ്നേഹമാണ്. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പം അടുത്തൊരു ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാതെ ഇപ്പോൾ ഇവിടുന്ന് എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുവരെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയാണ്. ആ ഒരു ബോട്ടിങ്ങിലേക്ക് പോകും. എല്ലാവർക്കും താല്പര്യമുണ്ട്. ഉമ്മാക്കാണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ ഒരു വ്യൂ നല്ല രസമായിരുന്നു. കാണുമ്പോൾ എടുത്തതാണ്, ക്യൂട്ടായിട്ട് തോന്നി. ബ്രിഡ്ജിൻ്റെ മുകളിൽ ആ ഒരു മേഘം ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാൻ. എന്നാലും ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം അപ്പോഴത്തേക്ക് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. ആയാവും നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലുണ്ട്, ഇഷ്ടമാകുന്നുണ്ട്. അതും ഉറങ്ങുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളെന്തായാലും ബോട്ടിങ്ങിനായിട്ട് അവരോട് സംസാരിച്ച്, അപ്പോൾ അരമണിക്കൂറാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും നമ്മൾ ബോട്ടിലേക്ക് എല്ലാവരും കയറാൻ പോവാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു ബോട്ട് ഹൗസ് ബോട്ടായിരുന്നു. ഞങ്ങൾ ബായിക്കര ഫാമിലീൻ്റെ കൂടെ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങൾ നീലേശ്വരത്തുള്ള ബോട്ടിങ്ങിൽ പോയതായിരുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറുന്നുണ്ട്, ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. എന്തായാലും ബോട്ടിൽ കയറിയിട്ട് ബോട്ട് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ളത് കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ബോട്ടിൻ്റെ ഇൻസൈഡ് ഒരു വ്യൂ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുമ്പത്തെ ഞങ്ങൾ ബായിക്കര ഫാമിലി ആ സമയത്ത് പോയപ്പോഴും സീനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. അതിൽ തന്നെ ആദം ഭയങ്കര എൻജോയ് ചെയ്തല്ലേ. ഇപ്പോൾ പിന്നെ ആദം ചോദിക്കണ്ട, അവന് എല്ലാം നോക്കുന്നതും എല്ലാം എൻജോയ് ആക്കുന്നൊക്കെ ഒരു പ്രായമായി. കുറച്ച് കെയർ ആക്കണം. വെള്ളത്തിലാകുമ്പോൾ നമ്മൾ എപ്പോഴും ഓരയിലേക്ക് ഒരു ശ്രദ്ധ വേണം. എന്നാലും നമ്മൾ ഓരോ എൻജോയ് ആക്കുന്നുണ്ട്. പിള്ളേരെ പേടിയാകുന്നുണ്ട്, എന്നാലും ഓരോ എൻജോയ് ആക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ലൊരു വലിയ ഹൗസ് ബോട്ടാണ്, കുറേ ആൾക്കാർക്ക് ഇരിക്കാം. എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കണമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇടുന്നുണ്ട്. ആദമും സെയിനും എല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു കുഞ്ഞു ക്യൂട്ട് വീഡിയോ എടുത്തതാണ്. ഞാനും സെയിനും കൂടെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. എന്തായാലും ഇതിനകത്ത് ഒരാളുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിരുന്ന ഒരാൾ. ഞങ്ങൾ ആതൊരു ദിവസത്തെ ഒരു എല്ലാ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് ഞങ്ങൾക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തുന്ന ആ ഒരു മനുഷ്യൻ, അവരെടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ നമ്മളെല്ലാ വീഡിയോസും അവരെടുത്ത് തന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ബോട്ട് കയറിയിട്ട് ബോട്ട് യാത്ര തുടങ്ങിയിട്ടാ. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീഡിയോവും ഇതെല്ലാം എടുക്കുന്ന, ജസ്റ്റ് ഒരു റീൽ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്നുണ്ടായത്. എന്തായാലും ഈ സമയത്ത് എനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ടായിരുന്നു. അന്ന് ജൂലൈ 30 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അൻഷിയും ബൽക്കിയും കബീറെല്ലാം പ്ലാൻ ചെയ്തിട്ട് എനിക്കൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഓൾറെഡി മക്കളുടെ കൂടെയൊക്കെ കേക്ക് മുറിച്ചായിരുന്നു. അപ്പം ഞാനിത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫാമിലീൻ്റെ കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ റാഷിനെ കണ്ടത് മുതൽ റാഷി ഒന്നിച്ചിട്ടുള്ള സെലിബ്രേഷൻസാണ്. ഞാൻ പറഞ്ഞില്ല, യാത്രകൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചത് അങ്ങനെയൊക്കെയുള്ള സെലിബ്രേഷനാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ എനിക്കൊരു സർപ്രൈസ് കിട്ടുന്നത്. എന്തായാലും ഐ എം സോ ഹാപ്പി. അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ വീഡിയോ എടുത്ത ആളെല്ലാം ക്യൂട്ടായിട്ട് എല്ലാ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എല്ലാവരായിട്ട് നിന്നിട്ട് വീഡിയോസ് എടുക്കലായി, ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കലായി. ബൽക്കി ഫാമിലി, കെബി ഫാമിലി, ഉപ്പാവും, അങ്ങനെ എല്ലാവരൊക്കെ ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കലായിരുന്നു. ഞാനും ബൽക്കിയും മനുഷ്യം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നല്ല ഇവരെന്നെയാണ് കേട്ടോ എടുത്തുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ കേക്ക് കട്ടിങ് ആണല്ലോ മെയിൻ. അപ്പോൾ കേക്ക് കട്ടിങ് ആയി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ട് കൊടുക്കലായി, കഴിക്കലായി. അതങ്ങനെ സെലിബ്രേഷൻ അങ്ങനെ പോയി.
എന്തായാലും അതൊരു ക്യൂട്ട് സർപ്രൈസ് ആയിരുന്നു. നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചെറിയ എന്തായിക്കോട്ടെ അതൊരു ഭയങ്കര രസമാണ്. അതൊരു മുട്ടായി ആണെങ്കിലും പറയുന്നില്ല, ഗിഫ്റ്റായിട്ട് കിട്ടുന്നൊരു മുട്ടായി ആണെങ്കിലും ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞ പോലെ സർപ്രൈസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഭയങ്കര രസമാണ്. സാധാരണ എന്നെ സർപ്രൈസ് ചെയ്യാന്നുള്ളത് ഭയങ്കര പണിയാണ്. റാശി പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്താലും കണ്ടുപിടിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തെങ്കിലുമായിട്ട് എനിക്കൊരു ചെറിയൊരു ഇത് കിട്ടും. എന്തായാലും എനിക്ക് ഇതൊട്ടും സംശയമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്തോ എനിക്ക് അവരെങ്ങനെ അത് പ്ലാൻ ചെയ്ത് ഞാൻ ഒന്നിച്ചിട്ടായിട്ടും കേക്ക് കൊണ്ടുവരുന്നൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ അഷ്റഫ് ഖാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട്. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി, വൈഫ് ഇതാണ്. എന്തായാലും നമ്മൾ എല്ലാവരും നിന്നിട്ടും എല്ലാവരും മക്കളും എല്ലാവരായിട്ട് നിന്നിട്ട് അത് അഷ്റഫ് ഖാൻ്റെ പെങ്ങളാണ്, മറ്റേത് മോള് ആണ്. പിന്നെ 2 മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്ന്. ഞങ്ങളിനിപ്പോൾ മൂന്നാറിലേക്കാണ്. ഇപ്പോൾ പോയാൽ ഞങ്ങൾ രാത്രിയാണ് എത്തുമ്പോഴത്തേക്ക്. രാത്രി നമ്മൾ എത്തിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത് രാവിലെ ഒന്ന് മൂന്നാറൊക്കെ കറങ്ങിയിട്ട് നാളെ വൈകുന്നേരം തന്നെ, അതായത് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് പ്ലാന്. എന്തായാലും പോകുന്ന വഴിയിൽ ഞങ്ങൾ ഏട്ടത്തിൻ്റെ മാപ്പിളിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും കൂടെ കയറി. അവിടെയാണെങ്കിൽ ഫുള്ള് റംബൂട്ടനൊക്കെ ആയിട്ട് നല്ല രസം ഉള്ളൊരു വീടായിരുന്നു കേട്ടോ. തോട്ടമാണ് അവർക്ക്, നിറച്ച് കൃഷിയും കാര്യങ്ങളാണ്. അവരാണെങ്കിൽ നിറച്ച് നമുക്ക് റംബൂട്ടനൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട് റംബൂട്ടനൊക്കെ ലൈവായിട്ട് പറിക്കുന്നത്. പണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ജസ്റ്റ് പറിച്ചതൊരു ഓർമ്മയുണ്ട്. അതല്ലാതെ ഇങ്ങനെ നിറച്ചും കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫാം പോലെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് കാണുന്നത്, പോയി പറിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്തായാലും ഭയങ്കര രസമായിട്ട് തോന്നി. അവരവരുടെ തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഇതാണ് കേട്ടോ, ഇവിടെ ഇല്ലാത്ത കൃഷികളില്ല. അവർക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ അവരുടെ എന്താ പറയുക, ഇതൊക്കെ കാണിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോയിട്ട് കാണാം. ഒരു ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും നമ്മളിതാ റംബൂട്ടനെ പറിച്ചുകൊണ്ടേ ഉണ്ട്. അവരുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് ഐസ്ക്രീമൊക്കെ തന്നിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയവരുടെ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. സൗദിയിൽ ഒന്നിച്ചിട്ടായിരുന്നു ഇവരങ്ങനെയാണ് പരിചയം. ഇവരങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവർ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കേക്കും ചായയും എല്ലായിട്ട് അതൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ചായയും എല്ലാം കഴിച്ച് റംബൂട്ടനും എല്ലാം ആവശ്യത്തിന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ രാത്രി ഞങ്ങൾ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി. അവിടുന്ന് ഭക്ഷണം എടുത്തോട്ടെ. നല്ല ഫുഡായിരുന്നു എല്ലാം. ഞാൻ തട്ടുകടയിലെ ഫുഡ് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ രാത്രി തട്ടുകടയിൽ നിന്ന് ഫുഡും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ കാഴ്ചകൾ കണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മൂന്നാറിൻ്റെ കുറച്ച് ഇപ്പുറത്ത് റൂം എടുത്തിട്ട് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. മൂന്നാർ കണ്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് രസം എന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് നമ്മൾ ഇതൊക്കെ കയറി പോകുന്നുള്ളത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ആദ്യം ഞങ്ങളൊരു ചായ, വെറും ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കുടിച്ച് കാറിൽ തന്നെ കൊണ്ടുവന്നിട്ട് കുടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളെ തന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തുനിന്നൊരു വീഡിയോ എടുത്ത് ഞങ്ങൾ രാവിലെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അത് സവാദിനെല്ലാം ഉറക്കക്ഷീണം മാറിയിട്ടേ ഇല്ല. പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകൾ കാണുമ്പോൾ നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഭാഗത്ത് തേയിലത്തോട്ടമൊക്കെ നല്ല ക്യൂട്ടായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേയിലത്തോട്ടം കാണുന്നത്. വയനാടാണെങ്കിലും മൂന്നാറാണെങ്കിലും ഊട്ടിയാണെങ്കിലും പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വ്യൂ കാണുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അടുത്തുനിന്ന് ഞാനൊരു ഫോട്ടോസ് എടുത്തിട്ടില്ല. ആ തേയിലത്തോട്ടത്തിൽ കയറി നിന്നൊരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത് എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഭാഗത്ത്. ഭയങ്കര തണുപ്പൊന്നുമല്ല, അത്യാവശ്യം തണുപ്പെന്ന് പറയാം. എന്തായാലും മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നാട് വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വരുന്നതും വരെ മഴയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ മഴ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്നിട്ട് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ട. നല്ല ക്യൂട്ടായ സ്ഥലമായതുകൊണ്ട് എല്ലാവരുമായിട്ട് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് എന്തായാലും ഈ ഒരു വ്യൂ നല്ലോണം എൻജോയ് ചെയ്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ട് എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തപ്പി പോയപ്പം നമ്മൾ ഹർത്താലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ല. റോഡ് സൈഡിലൊരു കുഞ്ഞൊരു ഇങ്ങനൊരു ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി. പക്ഷേ ഈ നമ്മൾ കാണുമ്പോൾ വിലയെത്ത് എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു ഇവിടുത്തെ ഫുഡും. കാണുമ്പോൾ ഇതൊരു കുഞ്ഞു ഷോപ്പാണെങ്കിലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു.
ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നല്ല കോഫി ആയിരുന്നു കേട്ടോ. എന്തായാലും കോഫിയും കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇരവിക്കുളം നാഷണൽ പാർക്ക് കാണാനായിട്ടാണ് പോകുന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മെല്ലെ ഇറങ്ങി. കാലാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, മഴയില്ല ഇപ്പോഴും. ചെറുതായിട്ട് വെയിലുണ്ട്, ചെറുതായിട്ട് തണുപ്പുണ്ട്. നല്ല ഒരു അടിപൊളി കാലാവസ്ഥ. നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥയില്ല, ആ ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ. എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മുകളിൽ പോയിട്ടുള്ള വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബസ്സൊക്കെ കയറിയിട്ട്, ബസ് കയറിയിട്ടില്ല, കയറാൻ പോകുന്നുണ്ട്. ബസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല ലൈൻ ഉണ്ടായിരുന്നു. നല്ല ബസ് വന്നപ്പോൾ നമ്മളിത് ബസ്സിൽ കയറാൻ പോകുന്നുണ്ട്. ഇത് വന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ പണ്ട് വന്നിട്ടുണ്ട് കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ്. ഉപ്പാൻ്റെ ബ്രദർ ഫാമിലി വരുമ്പോൾ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബസ്സിലൊക്കെ പോയിട്ട് മുകളിൽ ഇറങ്ങിയിട്ട് വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിതാ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകണം. ഭയങ്കര രസമാണ് കേട്ടോ പുറത്തെ കാഴ്ച. അപ്പോൾ ഞങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ തൊട്ട് ബാക്കിൽ അളിയ ഫാമിലി ഉണ്ട്. ബൽക്കിൻ്റെ മക്കൾ എൻ്റെ അടുത്തിരുന്ന്, എൻ്റെ മക്കൾ ബൽക്കിൻ്റെ അടുത്തിരുന്ന്. ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഉപ്പ ഉമ്മ, അപ്പുറത്ത് കെബീർ ഫാമിലി ഉണ്ട്. നല്ല രസമുള്ളൊരു ബസ് യാത്ര തന്നെയായിരുന്നു. അനുഷ്യ ഒരു ഹായ് തന്നിട്ടുണ്ട്. എന്തായാലും പുറത്തെ വ്യൂ പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ. അത് ഭയങ്കര അടുത്തെത്തുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണത് അടുത്തുനിന്ന് കാണിക്കാം. എന്തായാലും ഈ തേയിലത്തോട്ടം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യൂ ആണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു വ്യൂ. എന്തായാലും കണ്ടുകൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാർ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്തിട്ട്. എനിക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് എന്നല്ല, എന്നാലും ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ കമൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? മടിക്കേരിക്ക് പോയപ്പോൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇവിടെ അടുത്താണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ ഊട്ടി പോയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യും. എന്തായാലും ഞങ്ങളിപ്പോൾ ബസ്സിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തണുക്കാൻ തുടങ്ങിയിട്ട്, ഭയങ്കര ഓവറായിട്ടുള്ള തണുപ്പില്ല, എന്നാലും കുറച്ച് തണുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ പിള്ളേർക്ക് നല്ല കുറച്ച് കട്ടിക്കുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റാണ്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോടമഞ്ഞ് കാണാൻ പറ്റും. എന്തായാലും വെയിറ്റിനെ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കണം, ഏതിനെ കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞ് ചിലപ്പോഴേ കാണും. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സെനുവിനെ കാണിച്ചു. സെനുവിനാണെങ്കിൽ ആനിമൽസ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സെനുവിനെ ഇങ്ങനെ നിർത്തിച്ചിട്ടും ഒരു വീഡിയോ എടുത്ത് സവാദും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോൾ. കയറുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചായിരുന്നു നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ. എന്തായാലും കണ്ടിട്ടുണ്ട്. പാവാണ് കേട്ടോ, നല്ല ഒന്നും വൈൽഡൊന്നും അല്ലല്ലോ, ഭയങ്കര കാമായിട്ടുള്ളൊരു ഇതല്ലേ. എന്തായാലും ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് പോകാൻ കേൾക്കുമ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നോളാം, എനിക്ക് ഇത്രയും നടന്ന് വരാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ വിചാരിച്ച് നടന്ന് കയറാം. കുറേ നടക്കാനുണ്ട്, വന്ന ആൾക്കാർക്ക് അറിയാം, സാരമില്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച്. പിറകിൽ മഞ്ഞ് കൂടി വരികയാണ് കേട്ടോ. അത് കൂടുന്തോറും നമുക്കിങ്ങനെ തണുപ്പ് നല്ലോണം കൂടി വരുന്നുണ്ട്. ഞാൻ ആദ്യമിനാണെങ്കിൽ ക്യാപ്പ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അവനും ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഇതൊക്കെ ഭയങ്കര കരച്ചിൽ അങ്ങനെയൊന്നും ആളല്ല, ഇതൊക്കെ ഭയങ്കര എൻജോയ് ആക്കുന്ന ആളാണ്. എന്തായാലും ആദമിനെയും കൊണ്ടുതാ ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് വിചാരിച്ചു ഓൻ്റെ ഒരു ക്യൂട്ട് വീഡിയോ എടുക്കുക. ഇവിടെ നല്ല ഇതായിട്ട് തോന്നിയതുകൊണ്ട് ഓനെ എത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ പണ്ട് ഞങ്ങൾ മടിക്കേരി വന്നപ്പോൾ, കഴിഞ്ഞ വർഷം മടിക്കേരി പോയപ്പം ഇട്ട അതേ സെയിം ഡ്രസ്സാണ് ആദം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദമിന് ബൽക്കിൻ്റെ ഒരു വീഡിയോ ഉള്ളത് റീക്രിയേറ്റ് ചെയ്തതാണിത്. ആദമിനപ്പോൾ 6 മാസം പ്രായമായിരുന്നു കേട്ടോ, ഇപ്പോൾ 2 വയസ്സായി. എന്തായാലും ഞങ്ങളിതാ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങി. സെയിനും ആദമും സവാദും എല്ലാവരും നല്ലോണം എൻജോയ് ആക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ വ്യൂ ഒക്കെ കാണാം. എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടുന്ന് ഉമ്മാനെ കാണാം. ഉമ്മ അവിടെ ഇരുന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഉമ്മ മുകളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉമ്മ അവിടെ നിന്ന് ഒരു ഹായൊക്കെ തന്നിട്ടുണ്ട്. ഉമ്മ താഴെ ഇരുന്ന് ഞങ്ങൾ മുകളിലേക്ക് നടക്കാം. ഇനിയും കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്നിട്ട് വന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, ഒരുപാട് പോകാനുണ്ട് മുകളിലേക്ക്. ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം, കുഞ്ഞു കുഞ്ഞു വെള്ളം പോകുന്നത്, അത് കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ താഴെ നിന്ന് വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ മഴയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ മുകളിലേക്ക് എത്തുന്തോറും ചെറുതായിട്ട് അവിടെ നിന്ന് അടിക്കുന്ന മഞ്ഞ് ഞങ്ങൾ മേത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് എത്തുന്തോറും ഞങ്ങൾക്ക് മഴ കിട്ടാൻ തുടങ്ങി. ഇവിടെ ഒരാൾ മഴ പെയ്യുന്നുണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം തന്നെ ചെരുപ്പൊക്കെ ഊരിച്ചാടി തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങി. കൂടെ സെയിനും കൂടെ ജോയിനായി. രണ്ടാളും ഭയങ്കര ഹാപ്പിയായി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവരിങ്ങനെ മഴ നനഞ്ഞിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മഴ നനയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടാളും ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനാണെങ്കിലും വിചാരിച്ചു അങ്ങനെ എപ്പോഴും മഴയൊന്നും നനയുന്നതല്ലല്ലോ, ഒരു എക്സ്പീരിയൻസിലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നനയാൻ വിട്ട്. മഴയായതുകൊണ്ട് ഞങ്ങൾക്കും നല്ല രസമായി. ഞങ്ങളുടെ ഫോട്ടോസും റീൽസും എല്ലാം ഞങ്ങൾ എടുക്കാൻ തുടങ്ങി.
എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല കുറച്ച് റീൽസും കിട്ടി. പിള്ളേരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സവാദും ആദമും ഇഷാനും സെയിനും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ഇഷാൻ താഴെയായിരുന്നു. ഈ മഴ ഇഷാന് അത്ര കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ മഴ നനഞ്ഞു, പക്ഷെ സാരമില്ല എന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും അവർക്ക് കിട്ടുന്നൊരു ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ മഴ നനയരുത് അങ്ങനെ അങ്ങനെ പറഞ്ഞു നിന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും അങ്ങനെ തന്നെ ബാക്കിയാണ്. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ നല്ലത് തന്നെയാണ്. ഇടയ്ക്ക് ഒരു മഴയൊക്കെ നനയുന്നത്, ഒരു പനി വരുന്നതൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വിട്ടു. ഞാനാണെങ്കിലും നല്ലോണം മഴ നനഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ചെറുതായിട്ട് പനിയും പിടിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയി. പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇതൊക്കെ നമ്മൾ പനി വരുമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് വിട്ട് നിന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ മെല്ലെ താഴേക്ക് നടക്കാൻ തുടങ്ങി. പിന്നെ താഴെ കുറച്ച് സമയം ബസ്സിന് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ താഴോട്ട് വന്നപ്പോഴത്തേക്ക് ആദം ഉറങ്ങിയായിരുന്നു. താഴെ നമ്മൾ ഇറങ്ങിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, എന്തെങ്കിലും വേണമെങ്കിലൊക്കെ വാങ്ങിക്കാം. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ടൂറൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം അവരൊക്കെ എല്ലാം വാങ്ങുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വേണമെങ്കിൽ റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, പുറത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ നോക്കുന്നത് നല്ലൊരു തേയിലത്തോട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഒരു തേയിലത്തോട്ടത്തിൽ പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അത് തപ്പിയിട്ട് ഞങ്ങൾ നല്ല തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി. പ്രൈവറ്റ് അല്ലായിരുന്നു കേട്ടോ. പ്രൈവറ്റ് അല്ലായെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പെർമിഷനുള്ള ഒരു സ്ഥലത്ത് നിർത്തി. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഈ സമയത്ത് സെയിന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. മഴയൊക്കെ നനഞ്ഞിട്ട് സെയിന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഫാമിലിയായിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ ആദമിനെ കൊണ്ടുവന്നിട്ട് ആദമിൻ്റെ കൂടെ ഒരു ഫോട്ടോ എല്ലാം മെമ്മറിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും ആദമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാനും ബൽക്കി മനുഷ്യല്ലായിട്ടുള്ള വീഡിയോസ് എല്ലാം എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ നല്ല നാടൻ ഊണ് തപ്പി വന്നതാണ്. കുറേ ദിവസമായി എന്തൊക്കെയോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നാടൻ ഫുഡ് കഴിക്കാൻ കൊതിയായിട്ട് ചന്ദനം ചോല എന്ന് പറയുന്ന ഈ ഒരു വീട്ടിലെ ഊണിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ഭാഗ്യത്തിനാണ് ഇവിടെ എത്തിയത്. അത്രയും ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഫുഡ്. ശരിക്കും നമ്മളെ വീട്ടിലെ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് തോന്നത്തില്ല അങ്ങനത്തെ. അവർ ഒന്ന് കുറച്ച് സ്ത്രീകൾ കൂടി തുടങ്ങി അവരുടെ വീടിന് മുമ്പിൽ തന്നെ തുടങ്ങിയൊരു ഇതായിരുന്നു കേട്ടോ. ഇലയൊക്കെ ഇട്ട് നല്ല നാടൻ ഫുഡ്. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അത്രയും നല്ല ഫുഡായിരുന്നു കേട്ടോ. നാടൻ ചോറും പപ്പടവും പച്ചക്കറികളും അവർ തന്നെ ഇട്ട അച്ചാറും സാമ്പാറും മീൻകറി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ഞാൻ സാമ്പാർ കൂട്ടിയിട്ടൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും കൂടെ ഓർഡർ ചെയ്ത് അതെല്ലാം കൂടിയിട്ടായിരുന്നു. മീൻ പൊരിച്ചത് തീർന്നായിരുന്നു, ഒരു മീനും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും മുട്ടേൻ്റെ ആളാണ്. അപ്പോൾ എന്തായാലും മുട്ട പൊരിച്ചതും കൂടെ പറഞ്ഞ് ആദമാണെങ്കിൽ വരെ എൻജോയ് ആക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് സെയിനിന് അവർ കുഞ്ഞ് ഇല തന്നെ ഇട്ട് തന്നായിരുന്നു കേട്ടോ. അവനക്കൊരു കുഞ്ഞ് ഇല ഇട്ട് തന്നിട്ട് അങ്ങനെ കഴിച്ച് മുട്ട വന്ന് എൻ്റെ ഇല കാണുമ്പോഴറിയാം എന്തുമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചതെന്നുള്ളത്. പിന്നെ അടുത്ത് പ്രത്യേകതയുടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മളെ പിള്ളേർക്ക് കണ്ടിട്ട് ഹാപ്പിയാണ്. ഓരോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ഫുഡ് കഴിച്ചിട്ടായിട്ട് എല്ലാം ഓടി വന്നത് ഈ കുരങ്ങന്മാരെ കാണാനായിട്ടാണ്. നിറച്ചും കുരങ്ങന്മാരായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ചായയും കൂടെ പറഞ്ഞായിരുന്നു. ഒരു ചായയും കൂടെ കുടിച്ച് മെല്ലെ ഇറങ്ങാം. ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചാൽ ചായ നിർബന്ധമായിട്ട് എല്ലാവർക്കും, അധികം ആൾക്കാർക്കും ഇതിലുള്ള ഉമ്മ ഉപ്പാക്ക് പിന്നെ ചായൻ്റെ തന്നെ ആളാണ്. ഞാനാണെങ്കിലെല്ലാം ചായ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്തായാലും ഞങ്ങൾ ചായയും കൂടെ കുടിച്ച് പിള്ളേർക്ക് നമ്മളിങ്ങനെ മങ്കീനെ കാണിക്കുന്നുണ്ട്. എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നമുക്കിപ്പോൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകലാണ്. മൂന്നാറിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് പൊള്ളാച്ചി വഴിയായിരിക്കും. ഞങ്ങൾ രാവിലെ ആയിരിക്കും കാസർഗോഡേക്ക് എത്തുക. എന്തായാലും ഞങ്ങളിപ്പം വൈകുന്നേരം ആ സമയത്താണ് കേട്ടോ വിട്ടത്. ഇവിടുന്ന് വൈകുന്നേരം അല്ല, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. എന്തായാലും ആ സമയത്ത് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ അത്രയും യാത്രയുണ്ടല്ലോ നമ്മളെ നാട്ടിലേക്ക് കാസർഗോഡേക്ക്. അപ്പോൾ പൊള്ളാച്ചി വഴി അങ്ങനെ പോകാൻ എനിക്ക് കറക്റ്റ് പറയാനൊന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് പോയത്. പൊള്ളാച്ചി എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ആ നാട് കാണിക്കാൻ ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞങ്ങളവിടെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല രസമുള്ളൊരു കാട് പോലത്തെ സ്ഥലത്ത് പോയപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിലെ കൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയപ്പോൾ കിട്ടിയായിരുന്നു ഇങ്ങനെ നമ്മൾ മസനഗുഡി വഴി പോയപ്പം അതുപോലത്തെ ഒരു വ്യൂ ആയിരുന്നു. ഇതൊക്കെ തമിഴ്നാടാണ്. എന്നാലും ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന കാഴ്ചകൾ പോലെ തോന്നിയായിരുന്നു എനിക്ക്. കുതിരവണ്ടിയല്ല കാളവണ്ടിയൊക്കെ ആയിട്ട്. എന്തായാലും പൊള്ളാച്ചി ആ ഒരു ബോർഡ് കണ്ടപ്പോൾ അതും കൂടെ എടുത്താണ്. അതൊക്കെ എനിക്ക് സിനിമ തന്നെ ഓർമ്മ വരുന്നു. പൊള്ളാച്ചിയൊക്കെ ലൊക്കേഷൻ ഉണ്ടല്ലോ കുറേ മൂവീസിൻ്റെ. പിന്നെ ഞങ്ങളൊരു ടീ സ്പോട്ട് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം നിർത്തിയതാണ്. ഇവിടുത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ചിക്കൻ വിങ്സ് അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു. ഇവിടുന്ന് പിള്ളേർക്ക് ഞങ്ങൾക്ക് കോഫി അതൊക്കെ കുടിച്ചായിരുന്നു.
അത് കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പം ഏട്ടത്തിൻ്റെ മാപ്പിള അളിയാൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചായിരുന്നു. അവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം. ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കുബൂസും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും കുബൂസും രണ്ടും വരുന്നുണ്ട്. പെപ്പർ ചിക്കൻ എടുത്തായിരുന്നു. പിന്നെ അൽഫാം, പൊറോട്ട അങ്ങനെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തത്. പിന്നെ ചിക്കൻ സുക്ക അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കോഫി അങ്ങനെ എല്ലാം എടുത്തായിരുന്നു ഞങ്ങൾ. ഈ സമയത്ത് ഹയ ആദമും രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. സമയം ഇപ്പോൾ നല്ല പാതിരായിട്ടാണ്. എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ കാസർഗോഡേക്ക് വിട്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു യാത്ര വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഞാനാണെങ്കിലും മക്കളാണെങ്കിലും അൻഷിയാണെങ്കിലും ബൽക്കിയാണെങ്കിലും പിള്ളേരാണെങ്കിലും ഉമ്മ ഉപ്പ എല്ലാവരും ഞങ്ങളെല്ലാവരും യാത്ര എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. കബീറാണെങ്കിലും എല്ലാവരും കബീർ അളിയ എല്ലാവരും യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ നല്ല കുറേ ഫുഡ് കഴിച്ച് പിള്ളേർക്കാണെങ്കിലും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായ നല്ല ഒരു യാത്ര തന്നെയായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ റാഷീനെ ഒരുപാട് മിസ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഞാനും റാഷിയും ഒന്നിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് രണ്ടുപേരും. റാഷിനെ ഒരുപാട് മിസ് ചെയ്തു. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് റാഷി വരാൻ കുറച്ച് നാൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും റാഷി വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ഇടുന്നതായിരിക്കും. യാത്രകളും അതിനിടയ്ക്ക് പെങ്ങളുടെ കല്യാണമുണ്ട്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറ്റുന്ന പോലെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.